ഓം നമോ നാരായണായ നമ. സ്വാമി ശരണമയ്യപ്പ. നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും തൃപ്പാദമഠം യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്ന വിഷയം കുറേയേറെ അപ്രതീക്ഷിതമായ ഭാഗ്യവുമായിട്ടാണ് ഈ കർക്കിടക മാസം എല്ലാ നക്ഷത്ര ജാതകരിലും വന്നു പോകുന്നത്. പ്രധാനമായിട്ടും 6 നക്ഷത്രങ്ങൾക്കാണ് ഇതിൽ നേട്ടമായിട്ട് വരുന്നത് കൂടുതലായിട്ടും. എന്നിരുന്നാലും എല്ലാ നക്ഷത്രത്തിനെക്കുറിച്ചുമുള്ള സാമാന്യമായി പൊതുവായിട്ടുള്ളൊരു ഫലം ആണ് ഈ വീഡിയോയിൽ അവതരിപ്പിക്കുന്നത്. കർക്കിടകം 1 മുതൽ കർക്കിടകം 31 വരെയുള്ള സാമാന്യമായിട്ടുള്ളൊരു ഫലമാണ് പറയുന്നത്. ഇതിൻ്റെ കൂടെ ജാതകാൽ കൂടി നിങ്ങൾ പരിശോധിക്കുക. നിലവിലെ ദശ, അന്തർദശ, അപഹാരം, മറ്റു ദോഷങ്ങൾ എല്ലാം ഒന്ന് വിലയിരുത്തി ജാതകം പരിശോധിച്ച് അതിന് വേണ്ടുന്ന ഗ്രഹദോഷ പരിഹാര കർമ്മങ്ങൾ കൂടി നടത്തി മുന്നോട്ട് പോകുവാൻ ശ്രമിക്കുക. അപ്പോൾ ഈ കർക്കിടകത്തിൽ അശ്വതി നക്ഷത്രം വരുമ്പോൾ വിദ്യാഭ്യാസ കാര്യങ്ങൾക്കായിട്ട് കുറച്ചധികം ധനം ചെലവ് വരുത്തേണ്ട ഒരു സമയമാണ്. വ്യാപാരം, വിപണന മേഖലകളിലൊക്കെ കുറച്ച് തടസ്സങ്ങളുണ്ടാകും. സാമ്പത്തികമായിട്ട് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടാം. ഗുണദോഷ സമ്മിശ്രമായിട്ടായിരിക്കും പോകുന്നത്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി വ്യായാമം, യോഗ എന്നിവയൊക്കെ ചെയ്യുന്നത് ഉത്തമമായിരിക്കും. ഓരോ കാര്യങ്ങൾക്കനുസരിച്ച് ജീവിത സാഹചര്യങ്ങളെ അതിജീവിക്കേണ്ടതായിട്ട് വരും. ഗുരുക്കന്മാരെ അനുസരിക്കുന്നത് നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ, അല്ലെങ്കിൽ അബദ്ധങ്ങൾ വരാതിരിക്കുവാൻ, അല്ലെങ്കിൽ അബദ്ധങ്ങളെ അതിജീവിക്കുന്നതിന് ഉപകരിക്കും എന്നുള്ളതാണ്. തുടർന്ന് ഭരണി നക്ഷത്രം ദൈവിക കാര്യങ്ങളിൽ താല്പര്യം വർദ്ധിക്കുന്നൊരു സമയമെന്നാണ് പറയാൻ പറ്റുന്നത്. സുഗമമെന്ന് തോന്നുന്ന കാര്യങ്ങൾക്കെല്ലാം കൂടുതൽ പ്രയത്നം വേണ്ടിവരും. ഔദ്യോഗിക ചുമതലകളാൽ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ നിർവഹിക്കാൻ പലപ്പോഴും കഴിയാതെ പോകും എന്നുള്ളതാണ്. അതിനുള്ള സമയം കിട്ടാതെ വരും എന്നുള്ളതാണ്. ദാമ്പത്യ ജീവിതത്തിൻ്റെ ഐക്യതയ്ക്ക് ആത്മനിയന്ത്രണവും കുറച്ചൊക്കെ വിട്ടുവീഴ്ച മനോഭാവവും വേണ്ടി വരുന്ന ഒരു സമയം കൂടിയാണ്. കാർത്തിക നക്ഷത്രം കർക്കിടക മാസം ആഡംബരമായിട്ടുള്ള വസ്തുക്കൾ പലതും സ്വന്തമാക്കും. പലരോടും സഹായ മനസ്ഥിതിയും സഹാനുഭൂതിയും എല്ലാം തോന്നുമെങ്കിലും സ്വന്തം നിലനിൽപ്പ് അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയതിന് ശേഷം മാത്രമായിരിക്കും മറ്റുള്ളവരെ കാര്യങ്ങളിൽ ഏർപ്പെടാൻ സാധിക്കുന്നത്. ഉപരിപഠനത്തിന് ചേരുവാൻ സാധിക്കും. വിശദമായ ചർച്ചയിലൂടെ വസ്തുപരമായിട്ടുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും, അനുകൂലാവസ്ഥയിലെത്തും. അതിശയോക്തി കലർന്ന സംസാര രീതിയിൽ ചില സമയങ്ങളിൽ അബദ്ധങ്ങൾ വന്നുപെടാനും സാധ്യതയുണ്ട്. രോഹിണി നക്ഷത്രം കർക്കിടക മാസത്തിൽ ദമ്പതിമാർക്കിടയിൽ പരസ്പര വിശ്വാസവും കളത്ര സുഖവും അനുഭവത്തിൽ വരും. മാർഗതടസ്സങ്ങൾ നീങ്ങി ആഗ്രഹ സാഫല്യം ഉണ്ടാകും. ആത്മവിശ്വാസം, കാര്യനിർവഹണ ശക്തി, ഉത്സാഹം, ഉന്മേഷം തുടങ്ങിയവ പുതിയ സ്ഥാനമാനങ്ങൾക്ക് വഴിതെളിക്കും. സാമ്പത്തിക പുരോഗതിക്കും യോഗം വന്നു ചേരും. മറ്റുള്ളവരുടെ വിഷമാവസ്ഥയ്ക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം നിർദ്ദേശിക്കാനും സാഹചര്യമുണ്ടാകും. മകയിരം നക്ഷത്രം വരുമ്പോൾ ഈ പ്രണയബന്ധങ്ങൾ മൂലം വിദ്യാർത്ഥികൾക്ക് പഠന രംഗത്ത് കുറേയേറെ ശ്രദ്ധകൾ നഷ്ടപ്പെടും. പ്രണയത്തിലോണ്ടായിരിക്കും കൂടുതലായിട്ടും ശ്രദ്ധിക്കപ്പെടുന്നത്. പ്രായാധിക്യമുള്ളവരുടെയും അനുഭവജ്ഞാനമുള്ളവരുടെയും ഉപദേശങ്ങൾ അത് ഭാവിയിൽ ഗുണകരമാകും. അങ്ങനെയുള്ള ഉപദേശങ്ങൾ സ്വീകരിക്കുക. വാഹനം ഉപയോഗിക്കുന്നതിൽ വളരെ സൂക്ഷിക്കേണ്ട സമയമാണ് മകയിരം നക്ഷത്രം. കൂടാതെ തന്നെ ഉദര രോഗങ്ങൾ ശല്യം ചെയ്യാം. ശിരോരോഗമായിട്ട് വരുന്ന നീർദോഷപരമായിട്ടുള്ള രോഗങ്ങളും ഉപദ്രവം ഉണ്ടാക്കും. ആരോഗ്യകാര്യങ്ങളിൽ ഈ സമയം മകയിരം നക്ഷത്രത്തിന് ശ്രദ്ധയുണ്ടായിരിക്കേണ്ട ഒരു സമയമാണ്. തുടർന്ന് തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ ചെയ്യുന്ന ജോലിയിൽ ആത്മാർത്ഥതയും സമർപ്പണവും ഉണ്ടാകുവാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കണം. ആത്മാർത്ഥതയോടുകൂടിയുള്ള തൊഴിൽ അത് ചെയ്യാൻ ശ്രമിക്കുക. വളരെ നല്ല പരിശ്രമത്താൽ തൊഴിൽ മേഖലകളിലുള്ള
പ്രശ്നങ്ങളെ അതിജീവിച്ച് വിജയകരമാക്കുവാൻ സാധിക്കും. കൂടാതെ ഈ തിരുവാതിര നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസത്തിൽ കൂടെ ജോലി ചെയ്യുന്നവർ അല്ലെങ്കിൽ കീഴ് ജീവനക്കാർ വരുത്തി വച്ച അബദ്ധങ്ങൾ തിരുത്തുവാൻ കൂടുതലായിട്ട് നിർബന്ധിതരാകും എന്നുള്ളതാണ്. ചെലവുകൾ നിയന്ത്രണ വിധേയമാക്കണം. ആരോഗ്യകാര്യങ്ങളിലും ശ്രദ്ധയുണ്ടായിരിക്കണം. ആരോഗ്യകാര്യം നാഡീ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ നടുവേദന, കൈ കാല് മുട്ടുവേദനകൾ, അങ്ങനെയുള്ള അസ്ഥി സംബന്ധമായിട്ടുള്ള വേദനകളൊക്കെ ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ്. പുണർദം നക്ഷത്രം, ചില വാക്ക് തർക്കങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് കുറച്ച് ഉദാസീന മനോഭാവം വന്നു ചേരും. ശ്രദ്ധക്കുറവ്, പഠിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധക്കുറവ്, അലസത, ആലസ്യം, മടി തുടങ്ങിയവയൊക്കെ വർദ്ധിക്കുന്ന സമയം. വിരുദ്ധമായിട്ടുള്ള പ്രവർത്തന മണ്ഡലങ്ങളിൽ, അതായത് നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കേണ്ട ഒരു സമയമാണ്. മേലധികാരികളുടെ ആവശ്യമില്ലാത്ത സംശയങ്ങൾക്ക് വ്യക്തമായ വിശദീകരണം നൽകേണ്ടതായി വരും. ഏതൊരു ആവശ്യമില്ലാത്തൊരു സംശയവുമായിരിക്കും അതിന് പുണർദം ജാതകർ അതിന് വ്യക്തമായിട്ട് തന്നെ വിശദീകരണം നൽകേണ്ട അവസ്ഥകൾ വരും. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നോക്കിക്കണ്ട് പെരുമാറാൻ ശ്രമിക്കുക. പൂയം നക്ഷത്രം, വരവിൽ കവിഞ്ഞ ചിലവായിരിക്കും വന്നു ചേരുന്നത്. അപ്രതീക്ഷിതമായിട്ട് ചിലവുകളാൽ പണം കടം വാങ്ങേണ്ട അവസ്ഥ വന്നു ചേരും. കുടുംബ തർക്കങ്ങളിൽ നിഷ്പക്ഷ മനോഭാവം സ്വീകരിക്കുകയാണ് ഏറ്റവും നല്ലത്. പകർച്ചവ്യാധികൾ പിടിപെടാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ ആരോഗ്യകാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ട ഒരു സമയം ആണ്. ആത്മീയ ചിന്തകളും ഈശ്വര ചിന്തകളും അനാവശ്യ വിചാരങ്ങളെ അതിജീവിക്കാൻ ഉപകരിക്കും. ശരിക്കും പറഞ്ഞാൽ ഈശ്വര പ്രാർത്ഥനയാണ് ഏറ്റവും നല്ല രീതിയിൽ നടത്തിക്കൊണ്ട് പോവുക. ആ ഒരു സമയം, ഇങ്ങനെ ഈശ്വര പ്രാർത്ഥന ചെയ്യുന്നൊരു സമയം ദുഷ്ചിന്തകളും മറ്റ് പ്രശ്നങ്ങളും അകന്നു മാറി നിൽക്കും എന്നുള്ളതാണ്. തുടർന്ന് ആയില്യം നക്ഷത്രം, ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും തികഞ്ഞ ശ്രദ്ധ ആവശ്യമായിട്ടുള്ളൊരു സമയം. ദിനചര്യങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്നത് വഴി ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും. ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ ഭക്ഷണ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയം. പ്രകൃതിദത്തമായ ആഹാരം ശീലിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആരോഗ്യ സംരക്ഷണത്തിൻ്റെ ഭാഗമായി തന്നെ ദുശ്ശീലങ്ങൾ ഉപേക്ഷിക്കും. വിഷഭീതി ഉണ്ടാവാതെ സൂക്ഷിക്കുക. അത് ആഹാരത്തിൽ നിന്നായിരുന്നാലും മറ്റേതെങ്കിലും രീതിയിലായിരുന്നാലും വിഷം ശരീരത്തിനുള്ളിൽ ചെല്ലേണ്ട ഒരവസ്ഥ വരാതെ സൂക്ഷിക്കുക. വിദ്യാർത്ഥികൾ പഠന കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ട സമയം. ബന്ധുഗുണം ഉണ്ടാകുന്നൊരു സമയമാണ്. പിന്നെ എല്ലാ കാര്യങ്ങളിലും തന്മയത്തോടു കൂടിയുള്ള പ്രതികരണം അത് ലക്ഷ്യം സ്ഥാനം കാണുവാൻ ഉപകരിക്കുമെന്നുള്ളതാണ്. മകം നക്ഷത്രം, കാര്യങ്ങൾ വ്യക്തമാക്കി സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ വ്യക്തിയോട് സംസാരിക്കുമ്പോൾ തികഞ്ഞ സാത്വികഭാവവും നിയന്ത്രണവും കൊണ്ടുവരാൻ ശ്രമിക്കുക. വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, പറഞ്ഞ് മനസ്സിലാക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടായിരിക്കണം. പല കാര്യത്തിലും സ്വജനങ്ങളിൽ നിന്നും വിപരീത പ്രതികരണങ്ങൾ വന്നു ചേരുന്ന ഒരു സമയമാണ്. ഞാനെന്ന ഭാവം, അഹങ്കാരം, അഹംഭാവം ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. ഏതൊരു കാര്യങ്ങൾക്കും കൂടുതൽ അധ്വാനവും പ്രയത്നവും ഉണ്ടാവും. യാത്രാക്ലേശം സംഭവിക്കും. പരസഹായവും വേണ്ടി വരുന്നൊരു സമയം. വ്യർത്ഥമായിട്ടുള്ള മോഹങ്ങളെ ഒഴിവാക്കുക തന്നെ വേണം. പൂരം നക്ഷത്രം, കർക്കിടക മാസത്തിൽ ഭൂമി സംബന്ധമായ തർക്കങ്ങൾ ഉണ്ടാകാതെ നോക്കുക. സാഹചര്യങ്ങൾക്കനുസരിച്ച് സ്വയം പര്യാപ്തത ആർജിക്കുവാൻ നിർബന്ധിതരാകും. അപാകതകൾ പരിഹരിച്ച് വ്യവസായം പുനരാരംഭിക്കും. തടസ്സങ്ങളൊക്കെ മാറും. ഏതൊരു കാരണവുമില്ലാതെ അസൂയാലുക്കൾ വർദ്ധിക്കും, ശത്രുക്കൾ വർദ്ധിക്കും. സുപരിചിതമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതൊക്കെ നടത്തിയെടുക്കുന്ന സമയത്ത് അകാരണമായിട്ടുള്ള തടസ്സങ്ങളുണ്ടാകും. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, നമുക്കത് ചെയ്യാൻ സാധിക്കും, നമ്മൾക്ക് അറിയാവുന്ന കാര്യമാണ്, പക്ഷേ തടസ്സമുണ്ടാവും. തുടർന്ന് ഉത്ര നക്ഷത്രം, കർക്കിടക മാസത്തിൽ മാതാപിതാക്കളിൽ നിന്നും സഹായങ്ങൾ സ്വീകരിക്കുന്ന ഒരവസ്ഥ. ചില അവസരങ്ങളിൽ സമീപനം അനുകൂല സാഹചര്യങ്ങൾക്ക് വഴിയൊരുക്കും. ഗുരുജനങ്ങളുടെ അഭിപ്രായങ്ങളെ വകവയ്ക്കാതെ സ്വയം ചെന്നിറങ്ങുന്ന കാര്യങ്ങളിൽ തടസ്സങ്ങളൊക്കെ നേരിടാം. അന്വേഷിച്ചറിയാതെ ഒരു തൊഴിലും ഏറ്റെടുക്കാൻ പാടില്ല. വാക്കുകളിൽ മിതത്വം പാലിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ്. കോപ സ്വഭാവം മാറ്റിവെക്കുക. അത്തം നക്ഷത്രം, കർക്കിടക മാസത്തിൽ തൊഴിൽ നേട്ടത്തിനും പുരോഗതിക്കും സാധ്യതയുണ്ട്. മുൻകൂട്ടി
പ്ലാൻ ചെയ്ത പദ്ധതികൾ പ്രാവർത്തികമാക്കുവാനും പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരാനും സാധിക്കും. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കും. ഏറെക്കാലമായി അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന രോഗത്തിന് ശമനം വരേണ്ട ഒരു കാലം കൂടിയാണ്. ഔഷധ സേവയിലൊക്കെ ഫലങ്ങൾ കണ്ടെത്തുന്ന ഒരു കാലം കൂടിയാണ്. ചിത്തിര നക്ഷത്രം കർക്കിടക മാസത്തിൽ പുതിയ സുഹൃത്ത് ബന്ധങ്ങൾ ലഭിക്കും. പണവുമായിട്ട് ബന്ധപ്പെട്ട ക്രയവിക്രയങ്ങളിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാകും. ഗൃഹത്തിൽ ബന്ധുജനങ്ങളുടെ സമാഗമം ഉണ്ടാകും. പൊതുജനങ്ങളിൽ നിന്നും അംഗീകാരങ്ങൾ ലഭിക്കുന്നൊരു സമയം. തീർത്ഥയാത്രയ്ക്ക് അവസരം സംജാതമാകുന്നൊരു സമയം. ആരോഗ്യകാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടായിരിക്കണം. ധാർമ്മിക ചിന്തകൾക്ക് പ്രാധാന്യം നൽകി ചെയ്യുന്ന കർമ്മങ്ങൾ എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടെ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാത്തിനും ശുഭ കാര്യങ്ങളായിട്ട് അത് നിങ്ങളിൽ വന്നു ചേരും എന്നുള്ളതാണ്. ശുഭഫലങ്ങളായിട്ട് ഉണ്ടാകും എന്നുള്ളതാണ്. ചോതി നക്ഷത്രം കർക്കിടക മാസത്തിൽ കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാൻ സാധ്യത. സന്താനങ്ങളുമായിട്ടൊക്കെ ഒത്തുചേർന്ന് ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാനും താമസിക്കുവാനുള്ള അവസരങ്ങൾ ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ തൊഴിൽ അന്വേഷണത്തിന് അനുയോജ്യമായിട്ടുള്ളൊരു സമയമാണ്. ശരിയായ രീതിയിൽ ആലോചിച്ചതിന് ശേഷമേ ഏതൊരു കാര്യത്തിനും ഇറങ്ങിത്തിരിക്കാവൂ എന്നുകൂടിയുണ്ട്. വിവാഹ കാര്യങ്ങളിൽ അന്വേഷണങ്ങൾ വന്നുകൊണ്ടിരിക്കും. ഗൃഹത്തിലെ സുഖ സൗകര്യങ്ങൾ കൂടും എന്നുള്ളതാണ്. വിശാഖ നക്ഷത്രം പിരിഞ്ഞിരുന്ന സുഹൃത്തുക്കൾ തമ്മിൽ വളരെ നാളുകൾക്ക് ശേഷം ഒത്തുചേരുവാനുള്ളൊരു സാഹചര്യം വന്നു ചേരും. മാതാപിതാക്കളിൽ നിന്ന് നിർലോഭമായിട്ടുള്ളൊരു സഹായവും സഹകരണവും ലഭിക്കും. തൊഴിൽ മേഖലകളിലെ പ്രശ്നങ്ങൾ മനോവിഷമമുണ്ടാക്കും. ധനം, കടം എന്നിവ ധനവും കടവും ധനപരമായിട്ട് ബന്ധപ്പെട്ട കാര്യം കടം കൊടുത്താൽ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. കൊടുത്തത് തിരികെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും, പരിശ്രമിക്കേണ്ടി വരും. ശ്രമകരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വിജയസ്ഥാനം നേടും എന്നുള്ളതാണ്. അനിഴം നക്ഷത്രം വിദ്യാർത്ഥികൾ അലസതയും ശ്രദ്ധക്കുറവും ഉണ്ടാകാതെ നോക്കേണ്ട ഒരു സമയം കൂടിയാണ്. പ്രത്യേക കാരണങ്ങളില്ലാതെ തന്നെ മാനസിക പിരിമുറുക്കം വർദ്ധിക്കുന്നൊരു സമയം. മാനസിക പിരിമുറുക്കം കുറയ്ക്കാൻ കൂടുതൽ സമയം ഈശ്വര പ്രാർത്ഥന, യോഗ എന്നിവ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. ജോലിയിൽ ഉത്തരവാദിത്തം വർദ്ധിക്കും. കർമ്മരംഗത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമായി വരുന്നൊരു സമയം. ഉദരസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ശ്രദ്ധിക്കണം. ഓഫീസ് പരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒപ്പിടുന്ന ചില കാര്യങ്ങളൊക്കെ വരും. രേഖാപരമായിട്ടുള്ള കാര്യങ്ങൾ ഒപ്പിട്ട് ഫയലായി സൂക്ഷിക്കുന്ന ഒരു സംഭവം വായിച്ച് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഒപ്പുവയ്ക്കുക എന്നുള്ളതാണ്. തൃക്കേട്ട നക്ഷത്രം കർക്കിടക മാസത്തിൽ ചെറിയ രീതിയിലുള്ള ശാരീരിക അസ്വസ്ഥതകളും മടി പോലുള്ള അവസ്ഥകളുമൊക്കെ ഉണ്ടാവാം. പകർച്ചവ്യാധികൾ പിടിപെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്ത ചില സുഹൃത്തുക്കൾക്കുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാനും അത് വിരോധത്തിന് ഇടയാക്കുമെന്നതുകൊണ്ട് തന്നെ തൃക്കേട്ട നക്ഷത്ര ജാതകർ സംസാരത്തിൽ വളരെയധികം നിയന്ത്രണം പാലിക്കേണ്ട ഒരു സമയമാണ്. യാത്രകളൊക്കെ കഴിവതും കുറയ്ക്കുക. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കണം എന്നുള്ളതാണ് കർക്കിടക മാസത്തിൽ തൃക്കേട്ട നക്ഷത്രത്തിന് വരുന്ന ഫലങ്ങൾ. മൂലം നക്ഷത്രം കർക്കിടക മാസത്തിൽ വരുമ്പോൾ ചില യാത്രകൾ ആവശ്യമായിട്ട് വരും. എല്ലാ കാര്യങ്ങളിലും നല്ല ശ്രദ്ധ ഉണ്ടായിരിക്കേണ്ട സമയം. ആരോഗ്യകാര്യങ്ങളിൽ വളരെ ശ്രദ്ധിക്കുക. പൊതുപ്രവർത്തകർ അനാവശ്യ ആരോപണങ്ങൾ മൂലം വിഷമിക്കേണ്ട അവസ്ഥയെത്തും. അനാവശ്യ തർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ദാമ്പത്യ ജീവിതത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്യുക. പണമിടപാടിൽ ജാഗ്രത പുലർത്തുക. ആഡംബര കാര്യങ്ങൾ കുറയ്ക്കുക എന്നുള്ളതാണ് മൂലം നക്ഷത്രത്തിന് വരുന്ന ഫലങ്ങൾ. പൂരാടം നക്ഷത്രം ഇടപാടുകൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. ധനാഗമന മാർഗങ്ങൾക്ക് അല്പം മാന്ദ്യം സംഭവിക്കാം. മൗഢ്യം നേരിടാം. ദാമ്പത്യ ജീവിതത്തിൽ കലഹം ഉണ്ടാകാതെ നോക്കുക. എല്ലാവരോടും വളരെ സഹാനുഭൂതിയോടെ പെരുമാറണം. സഹായികളായി നിന്നവരോട് രമ്യതയിൽ പെരുമാറുക. അല്ലാത്ത പക്ഷം അവരും ശത്രുക്കളായി മാറുവാൻ തന്നെയാണ് ചാൻസ് വരുന്നത്. തുടർന്ന് ഉത്രാട നക്ഷത്രം കർക്കിടക മാസത്തിൽ പ്രധാന തീരുമാനങ്ങൾ നന്നായി ആലോചിച്ച് ചെയ്യണമെന്നുള്ളതാണ്. സ്ഥാനചലനത്തിനും ഒക്കെ സാധ്യതയുള്ളൊരു സമയം. ശത്രുക്കളെ എപ്പോഴും മുന്നിൽ കണ്ട് മുന്നോട്ട് പോവുക. എപ്പോഴും ശത്രുക്കൾ ഉണ്ടാവാം. ശത്രുക്കളെ കരുതിയിരിക്കുക എന്നുള്ളതാണ്. ഉദര രോഗത്തിന് സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ഭക്ഷണ കാര്യങ്ങളിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക.
നന്നായി ഈശ്വരനെ പ്രാർത്ഥിക്കുക, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ക്ഷേത്ര ദർശനം ചെയ്യുക. അപകടങ്ങളിൽ നിന്നുള്ള ദുരിതങ്ങളിൽ നിന്നൊക്കെ ഈശ്വരാധീനത്താൽ രക്ഷപ്പെടാൻ സാധിക്കുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ക്ഷേത്ര ദർശനം നടത്തുക എന്ന് ഞാൻ പ്രത്യേകം പറയുന്നത്. തിരുവോണം നക്ഷത്രം വിവാഹ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ചതിയിൽപ്പെടുവാനുള്ള സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ ശ്രദ്ധിച്ചു മാത്രം ഈ കാര്യങ്ങളിൽ, വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സമീപിക്കുക എന്നുള്ളതാണ്. മാതാപിതാക്കൾ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിച്ചാൽ ഈ പറയുന്ന അബദ്ധങ്ങൾ ഒഴിവായി കിട്ടും. അപ്രാപ്യമായിട്ടുള്ള വിഷയങ്ങളെപ്പറ്റി ചിന്തിച്ച് വിഷമിക്കുന്നത് മാനസിക വിഭ്രാന്തിക്കും അസുഖങ്ങൾക്കും വഴിയൊരുക്കും. ദാമ്പത്യ ജീവിതത്തിൽ കലഹം വരാതെ നോക്കുകയും ചെയ്യണം. തുടർന്ന് അവിട്ടം നക്ഷത്രം. പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദങ്ങളായ കാര്യങ്ങളോ സേവനങ്ങളോ ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായി വരും. വിമർശനങ്ങളോട് നല്ല രീതിയിൽ പ്രതികരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഈ പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടെന്ന് പറയുമ്പോൾ ഒരു നേതൃപാടവത്തിൽ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങൾ ആ ഒരു രീതിയിലൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട്. വ്യക്തിത്വ വികസനത്തിന് തയ്യാറാകുന്നത് ഈ വരുന്ന എതിർപ്പുകളെയൊക്കെ അതിജീവിക്കുന്നതിനൊക്കെ ഉള്ള വഴിയാവും. ഈശ്വര പ്രാർത്ഥന കൊണ്ടും ഏകാഗ്രമായിട്ടുള്ള ചിന്തകൾ കൊണ്ടും ഉപരിപഠനത്തിനൊക്കെ പൂർത്തിയാക്കിയെടുക്കുവാൻ സാധിക്കും. ചതയം നക്ഷത്രം കർക്കിടക മാസം വരുമ്പോൾ പ്രൊഫഷണൽ കോഴ്സുകൾക്ക് ശ്രമിക്കുന്നവർക്ക് ഉദ്യോഗ ലക്ഷ്യം വച്ചുള്ള പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലും വിജയസാധ്യത കാണുന്നു. നിരവധി കാര്യങ്ങൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ ചെയ്തു തീർക്കാൻ സാധിക്കും. നിശ്ചയദാർഢ്യത്തോടുള്ള അല്ലെങ്കിൽ അതുപോലെ കൂടിയ ആശയങ്ങൾ സഫലമായി തീരും. പാരമ്പര്യ വിജ്ഞാനം പിൻതലമുറയിലുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിലും വിജയം കാണും. പൂരുരുട്ടാതി നക്ഷത്രം കർക്കിടക മാസത്തിൽ ചെലവ് കുറച്ച് കൂടി വരുന്ന ഒരു സമയമാണ്. എന്നാൽ ധന വന്നു ചേരാൻ അവസരങ്ങൾ നന്നായിട്ടുണ്ടാകും. ഉദാസീനമായിട്ടുള്ളൊരു മനോഭാവം ഉപേക്ഷിച്ച് ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിച്ചാൽ തൊഴിൽ മേഖലയിലുള്ള തടസ്സങ്ങളും മന്ദതയും മാന്ദ്യവും ഒക്കെ അതിജീവിക്കുവാൻ കഴിയും. തന്മൂലം തന്നെ സാമ്പത്തിക നേട്ടം കൈവരും എന്നുള്ളതാണ്. അനുഭവ ജ്ഞാനമുള്ളവരുടെ നിർദ്ദേശം സ്വീകരിക്കാതെ ഓരോ പദ്ധതിയിൽ ചെന്ന് ചാടി പണം മുടക്കരുത് എന്നുള്ളതാണ്. ഒന്നിൽ കൂടുതൽ ആൾക്കാരുമായിട്ട് വിശദമായി ചർച്ച നടത്തി അതിനുശേഷം മാത്രം ഓരോ രീതിയിലും അല്ലെങ്കിൽ ഓരോ പദ്ധതിയിലും പണം മുടക്കുക എന്നുള്ളതാണ്. പലരും പറയും അത് ഇത് ചെയ്യുന്നൊക്കെ, പക്ഷേ അങ്ങനെയൊന്നും വാഗ്ദാനങ്ങളൊന്നും കേൾക്കരുത്, അതിന് വേണ്ടിയിട്ട് പണം ചിലവാക്കരുത് എന്നുള്ളതാണ് ഓർമ്മിപ്പിക്കുന്നത്. ഉത്രട്ടാതി നക്ഷത്രം ധനപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിക്കുക. പ്രധാനമായിട്ടും ലോൺ എടുത്തിട്ടുള്ള കാര്യങ്ങൾ, അതിൻ്റെ അടവുകളൊക്കെ മുടങ്ങിയാൽ അത് മുടങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് ചെറിയ മടിയും അങ്ങനെയുള്ള മനോഭാവം വർദ്ധിക്കുന്നൊരു സമയം. പഠിച്ച വിഷയങ്ങളാണെങ്കിൽ പോലും അത് പ്രകടിപ്പിക്കുവാൻ സാധിക്കുകയില്ലാത്തൊരവസ്ഥ. വ്യാപാരത്തിൽ കുറച്ച് തടസ്സങ്ങൾ അനുഭവപ്പെടും. നിരവധി കാര്യങ്ങൾ ഏറ്റെടുക്കുന്നതിനാൽ തന്നെ ചിലത് വിട്ടുപോകുവാൻ സാധ്യതയുണ്ട്. ദുഷ്ടജനസംസർഗം അങ്ങനെയുള്ള രീതിയിൽ നിന്നും യുക്തിപൂർവം പിന്മാറുകയാണ് തുടർന്നുള്ള ഭാവിക്ക് നല്ലത് ഉത്രട്ടാതി നക്ഷത്രത്തിന്. തുടർന്ന് രേവതി നക്ഷത്രം. സ്വദേശം വിട്ട് അല്പം മാറി നിൽക്കേണ്ടതായി വരും. വിദേശത്തോ സ്വദേശത്തു നിന്ന് കുറച്ചകലെയോ മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവും. ഉപരിപഠനത്തിന് പണം കൊടുത്ത് ചേരാനൊക്കെയുള്ള ഇട വരും. ചെലവ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ കുറച്ച് നിയന്ത്രണം വേണം. നിസ്സാര കാര്യങ്ങൾക്കുള്ള വാശി ഉപേക്ഷിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. കുടുംബത്തിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുവാൻ ചെറിയ രീതിയിലുള്ള വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായിട്ടും വരും. സന്താനങ്ങളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധയും ആവശ്യമായിട്ട് വരുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം. അപ്പോൾ ഈ രീതിയിലായിരിക്കും 27 നക്ഷത്ര ജാതകർക്കും അപ്രതീക്ഷിതമായിട്ട് വരുന്ന അനുഭവങ്ങൾ, കർക്കിടക മാസത്തിൽ വരുന്ന അനുഭവങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്രദമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ എന്നിവ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാ നല്ലവരായ പ്രേക്ഷകർക്കും ജഗദീശ്വരൻ നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുഭദിനം നേരുന്നു. നന്ദി, നമസ്കാരം.